ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ രേവതിയെ കാണാനുള്ള ടോപ്പിക്ക് തന്നെയാണ് ഇന്നത്തെ സബ്ജക്റ്റ്. അപ്പോൾ രേവതിയെ കാണാതെ ചന്ദ്രോദയത്തിൽ എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ്. ഫുഡ് ഉണ്ടാക്കാൻ ആളില്ലാത്തതിൻ്റെ സങ്കടമാണ് ചന്ദ്രമതിക്ക്. അങ്ങനെ ശ്രുതിയോട് അടുക്കളയിൽ കയറി ഫുഡ് ഉണ്ടാക്കാൻ പറയാണ്. അങ്ങനെ ശ്രുതി ഫുഡ് ഉണ്ടാക്കുകയാണ്. അതുകൂടാതെ രേവതിയെ കാണാനില്ലല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എവിടേക്കാണ് പോയിണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സച്ചി ആകെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയാണ്, അവൾ വരും മോനെ, വിഷമിക്കാതിരിക്കുക എന്നൊക്കെ പറയാണ്. അത് കഴിഞ്ഞിട്ട് സച്ചി പറയും, ഞാൻ രേവതിയുടെ അമ്മേനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. എന്നിട്ട് രേവതിയുടെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ദേവുവിൻ്റെ ഫോണിലേക്കാണ് വിളിക്കുന്നത്. അപ്പോൾ ദേവു ഫോൺ എടുക്കുന്ന സമയത്ത് രേവതിനെ വിളിച്ചിട്ട് കിട്ടണില്ലല്ലോ, ദേവു ഒന്ന് രേവതിക്കൊന്ന് ഫോൺ കൊടുത്തതെന്ന് പറയണം. അപ്പോൾ ദേവു പറയണതിന് സച്ചിയേട്ട രേവതി ചേച്ചി ഇവിടെ ഇല്ലല്ലോ എന്ന് പറയണം. അപ്പോൾ സച്ചിക്ക് ആകെ ടെൻഷനാവാണ്. അപ്പോൾ അവിടേക്ക് വന്നില്ല വയ്ക്കുമ്പോൾ ഇല്ല. അപ്പോൾ ദേവുവിൻ്റെ അപ്പോൾ രേവതിയുടെ അമ്മ ഫോൺ എടുത്തിട്ട് പറയണം, മോനെ ഞാൻ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവൾ ഭയങ്കര സങ്കടമായിട്ടാണ് സംസാരിച്ചത്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്ത് ആകെ ഒരുമാതിരി ദേഷ്യവും സങ്കടമുള്ള പോലെ അവൾ സംസാരിച്ചത്, എന്താ പറ്റി എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഒന്നുമില്ല അമ്മ, എന്തെങ്കിലും അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല. അപ്പോൾ ദേവു ചോദിക്കും, സച്ചിയേട്ട സത്യം പറ, അവിടെ എന്താ ഉണ്ടായി, നിങ്ങളുടെ ഇടയിൽ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചി പറയും, ഒന്നുമില്ല ദേവു, ഒന്നുമില്ല, അവിടെ പ്രശ്നമൊന്നുമില്ല, ശരി കേട്ടോ, അവൾ ചിലപ്പോൾ പൂ കൊടുക്കാനെങ്ങാനും പോയിട്ടുണ്ടാവും, അതുകൊണ്ട് ലേറ്റ് ആയതാവും, എന്തായാലും ശരി, അവൾ വന്ന ഉടനെ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് സച്ചി ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോൾ രേവതിയുടെ അമ്മ ലക്ഷ്മിയും ദേവും കൂടിയിട്ട് അവിടെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ശരത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഒരു കുടിയന് മകളേനെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ആലോചിക്കണം, സങ്കടം സഹിക്കാൻ വേണ്ടത് എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോയിട്ടുണ്ടാവും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നീ ഒന്നും മിണ്ടാതിരിക്കും ശരത്തെ, വെറുതെ ടെൻഷൻ അടുപ്പിക്കാതെ എന്നൊക്കെ പറയണം. അപ്പോൾ ദേവു, ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ്, സത്യം അതാവും എന്ന് പറഞ്ഞിട്ട് ശരത്ത് അങ്ങനെ പറയാണ്. ഈ സമയത്ത് രവീന്ദ്രൻ ഇങ്ങനെ രേവതിയെ കാണാൻ, രേവതി എവിടേക്ക് പോയിട്ടുണ്ടാവുക എന്നൊക്കെ ആലോചിക്കുന്ന സമയത്താണ് ശ്രുതി ഫുഡ് റെഡിയാക്കിയിട്ട് വരുന്നത്. അങ്ങനെ ശ്രുതി ഫുഡൊക്കെ റെഡിയാക്കി വന്നപ്പോൾ ചന്ദ്രമതി സന്തോഷത്തിലാണ് ശ്രുതി ഫുഡ് റെഡിയാക്കി. അപ്പോൾ ശ്രുതി പറയും, എന്താ മണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ശ്രുതിയുടെ രസം എന്ത് ടേസ്റ്റ് പറയുമ്പോൾ രസമല്ല ശ്രുതി, അത് ഉള്ളിക്കറിയാന്ന് പറയണം. എന്താണെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടാണല്ലോ ശ്രുതി ഉണ്ടാക്കിയേക്കണം എന്നൊക്കെ പറയണം. അങ്ങനെ അവരൊക്കെ ഫുഡ് കഴിക്കാതിരിക്കുന്ന സമയത്ത് രവീന്ദ്രനെ വിളിക്കുമ്പോൾ രവീന്ദ്രൻ പറയും, വേണ്ട ഞാൻ രേവതി വന്നിട്ട് കഴിച്ചോളാം എന്ന് പറയാണ്. അപ്പോൾ ചന്ദ്രമതി പറയും, അവൾ വന്നിട്ട് കഴിക്കുക, അവളെ ഇനി വരുമോ വരില്ലെന്ന് എന്താ ഉറപ്പ് നിൽക്കും, ചന്ദ്രൻ നീ നിൻ്റെ നാക്ക് വളയ്ക്കാതെ എന്തെങ്കിലും ഒന്നും മിണ്ടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയാണ് രവീന്ദ്രൻ ചന്ദ്രനെ. അങ്ങനെ രവീന്ദ്രൻ്റെ സച്ചിൻ കഴിക്കുന്നില്ല. സച്ചി അപ്പോൾ ഈച്ചേനെ വിളിച്ചിട്ട് പറയാണ്, ഈച്ചയെ നമുക്ക് ഇങ്ങനെ രേവതീനെ കാണാനില്ല, പിണക്കം മാറി വെക്കുമ്പോൾ കാണാനില്ല, അവളുടെ ഫോൺ സ്വിച്ച് ഓഫാണ്, ഞാൻ അന്വേഷിച്ചിറങ്ങാൻ പോകാമെന്ന് പറയാണ്. അപ്പോൾ ഈച്ച പറയണം, ഞാനും വരാം സച്ചി എന്ന് പറയണം, ഞാനും വരാമെന്ന് പറയണം. അപ്പോൾ രവീന്ദ്രൻ പറയും, നീ എവിടെ പോയിട്ടാ മോനെ അവളെ അന്വേഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ രവീന്ദ്രൻ തന്നെ സമാധാനം, പേടിക്കേണ്ട, അവൾ എവിടെയെങ്കിലും ഉണ്ടാവും എന്നൊക്കെ പറയണം. അപ്പോൾ ശ്രീകാന്തും പറയണ, ഇടത്തേക്ക് രാവിലെ തന്നെ എന്തോ മൂഡ് ഓഫ് ഉണ്ടായിരുന്നോ, ചിലപ്പോൾ വല്ല അമ്പലത്തിലോ എവിടെയെങ്കിലും ഉണ്ടാവും എന്നൊക്കെ പറയണം. അങ്ങനെ അവരൊക്കെ ഫുഡ് കഴിച്ചു, ശ്രുതിയൊക്കെ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് ചന്ദ്രമതി വന്നിട്ട് വീണ്ടും രവീന്ദ്രനോട് ഫുഡ് കഴിക്കാറായില്ല ചോദിക്കുമ്പോൾ, ഞാൻ ഫുഡ് കഴിക്കില്ല, നേരെ ഒത്തിരി ആയില്ലോ, ഇനി അവൾ വരും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ രവീന്ദ്രൻ വീണ്ടും ചന്ദ്രയോട് ദേഷ്യപ്പെടും. അപ്പോൾ ശ്രുതി പറയുകയാണ്, ചിലപ്പോൾ സച്ചിയായിട്ട് വഴക്കൂടിയിട്ട് അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണോ അങ്കിൾ ചോദിക്കുമ്പോൾ, വഴക്കുണ്ടായോ ചോദിക്കുമ്പോൾ ഉണ്ടായി പറയണം. അപ്പോൾ എന്താ ഉണ്ടായി ചോദിക്കുമ്പോൾ ഇങ്ങനെ സച്ചി പറഞ്ഞതൊക്കെ ശ്രുതി പറയണ സമയത്ത് രവീന്ദ്രൻ സച്ചിയോട് പറയാം, നീ ഒരു മനുഷ്യനാണോടാ, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് ഇമാതിരി പെരുമാറരുതെന്ന്, നീ ഒരു മനുഷ്യനാണോ, നീ എന്ത് മനസ്സോട് കൂടിയിട്ടാണ് സച്ചി നീ ഇങ്ങനെ രേവതിയോട് പെരുമാറണം, അങ്ങനെ ഒരു പെൺകുട്ടിയെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ, ഞാൻ അങ്ങനെ മനസ്സിലൊന്നും വെച്ച് പറഞ്ഞതല്ല അച്ഛാ, ഞാൻ അപ്പോഴത്തെ തമാശയ്ക്ക് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ എന്നൊക്കെ പറയണം, നിനക്ക് നിൻ്റെ തമാശകൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്ന് അറിയുമോ എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ സച്ചിനെ കുറേ വഴക്ക് പറയണം. അങ്ങനെ രേവതിയെ കാണാത്ത ഒരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ്. ഈ സമയത്ത് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ശ്രുതി കൂടി ഇരിക്കുന്ന ശ്രുതി ചന്ദ്രമതിനെ വിളിച്ചിട്ട് റൂമിലേക്ക് പോയിട്ട് പറയും, അമ്മേ രേവതി വല്ല കത്ത് എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ചോദിക്കുമ്പോൾ ഇല്ല പറയും. അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ, അല്ല ഞാൻ നമ്മളൊക്കെ കുടുങ്ങി വയ്ക്കുമ്പോൾ എന്താ ചോദിക്കുമ്പോൾ, അല്ല അമ്മ ഇവിടെ നിന്ന് അവളെ എപ്പോഴും അമ്മയമ്മ പോലും എടുക്കാറില്ല, ഇനി അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവൾ വല്ല ആത്മഹത്യയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ശ്രുതി പറയും, എന്താ ശ്രുതി പറയണം, ആത്മഹത്യ ചെയ്യാൻ മാത്രം ധൈര്യം ഒന്നും രേവതിക്കില്ല പറയാം, അല്ല ആത്മഹത്യ എങ്ങാനും ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മ തൂങ്ങും, അമ്മ ജയിലിൽ കിടക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ചന്ദ്രമതിനെ പേടിപ്പിക്കുകയാണ്. അങ്ങനെ ചന്ദ്രമതി ആകെ വിറച്ചിരിക്കുന്ന സമയത്ത്, ഈശ്വര ഇനി അവൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ചന്ദ്രമതി വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഇന്നത്തെ ചെമ്പനീർപ്പൂവ് അവസാനിക്കുന്നത്. അപ്പോൾ ആ രേവതിയെ കാണാത്ത സച്ചിയുടെ ഒരു വെപ്രാള, രവീന്ദ്രൻ്റെ ഒരു വിഷമം, അങ്ങനെ അപൂർവം ചിലർക്ക് മാത്രമുള്ള ഒരു സങ്കടമാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ബാക്കിയുള്ളവർ അതൊരു ആഘോഷമായി മാറ്റിയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ ആ കഥയാണ്. അതുകൊണ്ട് ഈ കഥയായിട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ കഥയായിട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.